എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് യൂണിറ്റ് 2 കുറച്ച് ഗ്രാമർ സെക്ഷനും കൂടെ നോക്കാനുണ്ട്. അതൊന്ന് നോക്കാം. പേജ് നമ്പർ 54 ആക്ടിവിറ്റി 2. The following words are taken from the article Project Tiger. Write them in appropriate columns and also write the base word or base words in the table given below. ഇവിടെ ഒരു ടേബിൾ കിടക്കുന്നത് കണ്ടു. ടേബിൾ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വേർഡ്സ്, അതായത് പ്രൊജക്റ്റ് ടൈഗർ എന്ന ചാപ്റ്ററിലെ കുറച്ച് വേർഡ്സും കൊടുത്തിട്ടുണ്ട്. ആ വേർഡ്സിനെ നമ്മൾ 4 കാറ്റഗറൈസ് ചെയ്യണം. അതായത് ബേസ് വേർഡ് അല്ലെങ്കിൽ ബേസ് വേർഡ്സ്, വേർഡ്സ് ഫോംഡ് ബൈ പ്രിഫിക്സേഷൻ, വേർഡ്സ് ഫോംഡ് ബൈ സഫിക്സേഷൻ, വേർഡ്സ് ഫോംഡ് ബൈ കോമ്പൗണ്ടിങ്, ഇങ്ങനെ 4 തിരിക്കണം. ഇപ്പോൾ ബേസ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡ്സ് തന്നെ. വേർഡ്സ് ഫോംഡ് ബൈ പ്രിഫിക്സേഷൻ, പ്രിഫിക്സും സഫിക്സും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. പ്രിഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന് തൊട്ട് മുമ്പായിട്ട് മറ്റൊരു വേർഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതാണ് പ്രിഫിക്സേഷൻ. അതായത് ഹാപ്പി എന്ന വേർഡിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അൺ എന്നൊരു വേർഡ് ആഡ് ചെയ്യുമ്പോൾ അൺഹാപ്പി എന്നാവും. അത് പ്രിഫിക്സേഷനാണ്. ദെൻ സഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേർഡിൻ്റെ അവസാനം മറ്റൊരു വേർഡ് ചേർക്കുകയാണ് എങ്കിൽ അതാണ് സഫിക്സേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് സാഡ്നെസ്. സാഡ് എന്ന് പറയുന്നത് റൂട്ട് വേർഡാണ് അല്ലെങ്കിൽ ബേസ് വേർഡാണ്. ആ സാഡിൻ്റെ കൂടെ NESS എന്നൊരു വേർഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ പുതിയൊരു വേർഡ് കിട്ടും, സാഡ്നെസ്. അതാണ് സഫിക്സേഷൻ. അല്ലെങ്കിൽ ഓണർഷിപ്പ്, ഓണർ പ്ലസ് ഷിപ്പ്, ഷിപ്പ് എന്ന് പറയുന്നത് സഫിക്സേഷനാണ്. പിന്നെ അടുത്ത കോളം വേർഡ്സ് ഫോംഡ് ബൈ കോമ്പൗണ്ടിങ്. കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റൂട്ട് വേർഡ്സ് അല്ലെങ്കിൽ 2 ബേസ് വേർഡ്സ് ഒരുമിച്ച് ചേർന്ന് മറ്റൊരു വേർഡ് ആവുന്നതാണ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ സ്റ്റഡി ടേബിൾ. സ്റ്റഡി എന്ന് പറയുന്നത് ഒരു ബേസ് വേർഡാണ്. ടേബിൾ എന്ന് പറയുന്നത് മറ്റൊരു ബേസ് വേർഡാണ്. ഈ സ്റ്റഡിയും ടേബിളും കൂടെ ചേരുമ്പം മറ്റൊരു വേർഡ് കിട്ടും, സ്റ്റഡി ടേബിൾ. മറ്റൊരു എക്സാമ്പിൾ ഗ്രാൻഡ് മദർ. ഗ്രാൻഡ് പ്ലസ് മദർ, അതൊരു കോമ്പൗണ്ട് വേർഡാണ്. ഇപ്പോൾ ബേസ് വേർഡ് എന്താണെന്നും പ്രിഫിക്സേഷൻ എന്താണെന്നും സഫിക്സേഷൻ എന്താണെന്നും കോമ്പൗണ്ട് വേർഡ്സ് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഈ ഒരു കാറ്റഗറിയിൽ തിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇംപോസിബിൾ, മേക്കിംഗ്, ഫിലിംസ്, ഇൻവിസിബിൾ, ചൈൽഡ്ഹുഡ്, അൺഫാസൻ, ക്യാമറാമാൻ, കസ്റ്റമറി, ഫിലിം മേക്കർ. ഇത്രയും വേർഡ്സ് ഈ കോളത്തിൽ, അതാത് കോളത്തിൽ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസേഴ്സ് ഇങ്ങനെ വരും. പോസിബിൾ എന്ന് പറയുന്നത് പ്രിഫിക്സേഷൻ, ഇംപോസിബിൾ എന്ന് പറയുന്ന വേർഡ് പ്രിഫിക്സേഷനിലായിരിക്കും വരുന്നത്. ബേസ് വേർഡ് പോസിബിളാണ്, പ്രിഫിക്സേഷനായിട്ട് ഇം. അപ്പോൾ വേർഡ് ഇംപോസിബിൾ. ദെൻ നെക്സ്റ്റ് മെയ്ക്ക് പ്ലസ് ING, മേക്കിംഗ്, അത് സഫിക്സേഷനാണ്. ഫിലിം പ്ലസ് S, ഫിലിംസ്, അതും സഫിക്സേഷനാണ്. വിസിബിൾ, ഇൻ പ്ലസ് വിസിബിൾ, ഇൻ എന്ന് പറയുന്ന പ്രിഫിക്സേഷൻ. ഇൻ പ്ലസ് വിസിബിൾ, ഇൻവിസിബിൾ. ദെൻ ചൈൽഡ് പ്ലസ് ഹുഡ്, സഫിക്സേഷൻ, ചൈൽഡ്ഹുഡ് സഫിക്സേഷൻ. അൺ പ്ലസ് ഫാസൻ പ്ലസ് ED, അൺഫാസൻഡ്. പ്രിഫിക്സേഷനും സഫിക്സേഷനും വരുന്നുണ്ട്. അതിൽ റൂട്ട് വേർഡായിട്ട് ഫാസനാണ്. ഫാസൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പ്രിഫിക്സേഷൻ അണ്ണ്, ലാസ്റ്റ് സഫിക്സേഷൻ ED. അപ്പോൾ വേർഡ് അൺഫാസൻഡ്. ദെൻ നെക്സ്റ്റ് വേർഡ് കസ്റ്റമറി. കസ്റ്റം പ്ലസ് ARY, കസ്റ്റമറി. ഈ ലാസ്റ്റ് വരുന്ന വേർഡ് അതൊരു കോമ്പൗണ്ട് വേർഡാണ്. ഫിലിം പ്ലസ് മേക്കർ, ഫിലിം മേക്കർ, അതൊരു കോമ്പൗണ്ട് വേർഡാണ്. അടുത്തത് വരുന്ന പേജ് നമ്പർ 66 ആണ്.
Read the following sentences and place them along appropriate heading in the box. രണ്ട് ബോക്സ് കൊടുത്തിട്ടുണ്ട്, കുറേ സെൻറ്റൻസുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? രണ്ട് ബോക്സിലേക്ക് ഇതൊന്ന് കാറ്റഗറൈസ് ചെയ്യണം. ഈ കൊടുത്തിരിക്കുന്ന വേർഡ്സ്, ഈ സെൻറ്റൻസുകൾ ഒന്ന് കാറ്റഗറൈസ് ചെയ്യണം. അതായത് ഒരു കോളത്തിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതണം, ഒരു കോളത്തിൽ ക്വസ്റ്റ്യൻസ് എഴുതണം. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ക്വസ്റ്റ്യൻ മാർക്കുള്ളതെല്ലാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെങ്കിലോ അത് വെറും പ്രസ്താവനകൾ മാത്രമായിരിക്കും, ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, പ്രസ്താവനകളായിരിക്കും. അങ്ങനെ ചോദ്യങ്ങളും പ്രസ്താവനകളും തിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ വരും അത്? സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക, അല്ലെങ്കിൽ പ്രസ്താവന അത് നോക്കുക. ബഗ ഹാസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. സെക്കൻഡ് വൺ, their training had not gone very bad. The shorts were too dark. Goopy is banished by the king. Bharat circus has 2 tigers with them. Mr. Trout was the ringmaster of the circus. ഇത്രയുമാണ് അതിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? ഹാഡ് ദേ ഫിനിഷ്ഡ് ഷൂട്ടിംഗ് ഒരു ക്വസ്റ്റ്യനാണ്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഈസി ടു സെറ്റ് ദ ആനിമൽ ഫ്രീ ഇൻ ദ ബാംബൂ ഗ്രോവ്? അത് ക്വസ്റ്റ്യനാണ്. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? വെയർ ഓൾ അവർ പ്ലാൻസ് ഗോയിങ് ടു ഗോ ഡൗൺ ദ ഡ്രെയിൻ? ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സും ക്വസ്റ്റ്യൻസും തരംതിരിക്കാനായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് പേജ് നമ്പർ 67 എടുക്കുക. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് യു ഹാവ് ലിസ്റ്റഡ് ഇൻ ദ ആക്ടിവിറ്റി. അതായത് നമ്മൾ തൊട്ട് മുമ്പത്തെ പേജിൽ ചെയ്ത ആക്ടിവിറ്റിയിലെ സ്റ്റേറ്റ്മെൻറ്റ്സും ക്വസ്റ്റ്യൻസുമായിട്ട് തിരിക്കാനാണ് പറഞ്ഞിരുന്നത്. അതിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എടുക്കുക. ദെൻ ഐഡൻറ്റിഫൈ ദ വെർബ്സ് ഇൻ ദം ആൻഡ് put them in the appropriate columns according to their function as main verb or helping verb. ആ ഓരോ സ്റ്റേറ്റ്മെൻറ്റും എടുത്തിട്ട് അതിലെ വെർബുകളെ മെയിൻ വെർബാക്കിയും ഹെൽപ്പിംഗ് വെർബാക്കിയും മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെൽപ്പിംഗ് വെർബിനെ നമുക്ക് ഓക്സിലറി വെർബ്സ് എന്നും പറയാം. അപ്പോൾ ചെയ്യേണ്ടത് മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും തിരിക്കാനാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഓരോ വെർബുകളെയും മെയിൻ വെർബായിട്ടും ഓക്സിലറി വെർബായിട്ടും തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മെയിൻ വെർബും ഓക്സിലറി വെർബും എന്താണ് എന്ന് പഠിക്കാം. ആദ്യം മെയിൻ വെർബ് എന്താണെന്ന് നോക്കാം. ദ മെയിൻ വെർബ് ഷോസ് ആക്ഷൻ. മെയിൻ വെർബ് എന്തിനെയാണ്? ആക്ഷൻസിനെയാണ് കാണിക്കുന്നത്. അതായത് എല്ലാ ആക്ഷൻസും, അതായത് എല്ലാ പ്രവർത്തികളും മെയിൻ വെർബായിരിക്കും. ടീച്ചിങ്, സ്റ്റഡിയിങ്, റണ്ണിങ്, അതുപോലെ തന്നെ എല്ലാ വെർബുകളും മെയിൻ വെർബ് തന്നെയാണ്. ഓക്കെ. ഇനി ഹെൽപ്പിംഗ് വെർബ് അല്ല എങ്കിൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് എന്താണെന്ന്. ഒരു വെർബിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെർബിനോട് ചേർന്നായിരിക്കും ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി വെർബ്സ് കാണപ്പെടുന്നത്. എ ഹെൽപ്പിംഗ് വെർബ് ഷോസ് ദ ടൈം ഓഫ് ദ ആക്ഷൻ. പ്രസൻറ്റ് ടെൻസ് ആണ് എങ്കിൽ ഈസ്, ആം, ആറ് ഇത്രയും ഹെൽപ്പിംഗ് വെർബ്സാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെയാണ് ഈസും ആമും ആറും ചേർക്കേണ്ടത്. ഇനി പാസ്റ്റ് ടെൻസ് ആണ് എങ്കിലോ ഈസിൻ്റെയും ആമിൻ്റെയും പാസ്റ്റ് ടെൻസാണ് വാസ്. ആം എന്തിൻ്റെ കൂടെ വരുള്ളൂ? സബ്ജക്റ്റ് ഐ ആണ് എങ്കിൽ അതിൻ്റെ കൂടെ മാത്രമേ ആം വരുള്ളൂ, ഐ ആം. ദെൻ സബ്ജക്റ്റ് യു ആണെങ്കിൽ അതിൻ്റെ കൂടെ ആറായിരിക്കും വരുന്നത്. അപ്പോൾ ആമിൻ്റെയും ഈസിൻ്റെയും പാസ്റ്റ് ടെൻസാണ് വാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആമിൻ്റെയും ആമും ഈസും സിംഗുലർ ഫോമിൻ്റെ നൗൺ സിംഗുലർ ആണ് എങ്കിൽ
അതിൻ്റെ കൂടെ ഈസും ആമും ചേർക്കാവുള്ളൂ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈസും ആമും സിംഗുലർ നൗണിൻ്റെ കൂടെ ചേർക്കാവുള്ളൂ. അതുപോലെ തന്നെ ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ മാത്രമേ ചേർക്കാവുള്ളൂ. ഈസിൻ്റെയും ആമിൻ്റെയും പാസ്റ്റ് ടെൻസാണ് വാസ് എന്ന് പറയുന്നത്. ഇനി ആർ എന്ന് പറയുന്നത് പ്ലൂറൽ നൗൺസിൻ്റെ കൂടെ മാത്രമേ ചേർക്കാവുള്ളൂ. അതായത് ഒന്നിൽ കൂടുതൽ എണ്ണം പറയുന്നുണ്ടെങ്കിൽ, സബ്ജക്റ്റ് ഒന്നിൽ കൂടുതലാണ് എങ്കിൽ അതിൻ്റെ ഒപ്പം ആറ് ചേർക്കാം. അതുപോലെ തന്നെ യു എന്ന സബ്ജക്റ്റിൻ്റെ കൂടെയും ആറ് ചേർക്കാം. പക്ഷേ അത് പ്രസൻറ്റ് ടെൻസ് ആയിരിക്കണം. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോഴാണ് ആറ് ചേർക്കാവുള്ളൂ. ആറിൻ്റെ പാസ്റ്റ് ടെൻസാണ് വെയർ, WERE. ആറിൻ്റെ പാസ്റ്റ് ടെൻസാണ് വെയർ. അപ്പോൾ ആം, ഈസ്, ആർ, വാസ്, വെയർ ഇത്രയും, അതിൻ്റെ കൂടെ ഹാവ്, ഹാസ്, ഹാഡ്, പിന്നെ വിൽ, ഇത്രയുമാണ് ഹെൽപ്പിംഗ് വേർബ്സ് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. മെയിൻ വെർബ് എന്ന് പറയുന്നത് എല്ലാ ആക്ഷൻസുമാണ് അല്ലെങ്കിൽ എല്ലാ പ്രവർത്തികളുമാണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്. അതിൽ എല്ലാ പ്രവർത്തികളും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളും മെയിൻ വെർബായിട്ട് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത് സഹായക ക്രിയകളാണ്. അതായത് വേർബ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സാണ്. മെയിനായിട്ട് ആം, ഈസ്, ആർ, വാസ്, വെയർ, ഹാവ്, ഹാസ്, ഹാഡ്, ദെൻ വിൽ. ഇനി മെയിൻ വെർബിൻ്റെ എക്സാമ്പിൾ നോക്കുക. ദ പീപ്പിൾ ആർ ടെല്ലിങ് സ്റ്റോറീസ്. ഇവിടെ ടെല്ലിങ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. നെക്സ്റ്റ്, വി വിൽ ഈറ്റ് ഡിന്നർ അറ്റ് 6 to 9. ഈറ്റ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. ഹെൽപ്പിംഗ് വേർബിൻ്റെ അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സിൻ്റെ നോക്കുക. ദ പീപ്പിൾ ആർ ടെല്ലിങ് സ്റ്റോറീസ്. ആർ എന്ന് പറയുന്നത് പീപ്പിൾ. ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ട്. സോ പീപ്പിളിന് ശേഷം ആർ യൂസ് ചെയ്തിരിക്കുന്നു. ദെൻ വി വിൽ ഈറ്റ് ഡിന്നർ അറ്റ് 6 to 9. വിൽ എന്ന് പറയുന്നത് ഫ്യൂച്ചർ ടെൻസാണ്. വില്ലും ഷാലും എപ്പോഴും നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതായത് ഭാവിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിൽ എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്. വിൽ എന്ന് പറയുന്നതാണ് ഇതിൽ ഓക്സിലറി വെർബായിട്ട് വരുന്നത്. അപ്പം മെയിൻ വെർബും ഹെൽപ്പിംഗ് വെർബും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്സിലറി വെർബ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ് എന്താണെന്ന് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Auxiliary verbs are verbs that are used together with the main verb of the sentence to express the action or state. അതായത് മെയിൻ വെർബിന് ഒപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. മെയിൻ വെർബ് പ്ലസ് ഓക്സിലറി വെർബ് ഈക്വൽ ടു കംപ്ലീറ്റ് ഐഡിയ. ഓക്സിലറി വെർബും കൂടെ ചേർന്നാലാണ് നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് ഒരു സെൻറ്റൻസിൽ നിന്നും കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത മെയിൻ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡിഡ്, ഹാവ്, ഹാസ്, ഹാഡ്. ഇത്രയുമാണ് ഓക്സിലറി വെർബ്സ് എന്ന് പറയുന്നത്. ദേ ഡോണ്ട് ഹാവ് മീനിങ്. ഇപ്പോൾ നോക്കി, ഈസ്, ആർ, വാസ്, വെയർ ഇതിനൊന്നും സ്വന്തമായിട്ട് നിൽക്കുമ്പോൾ മീനിങ് ഉണ്ടാവില്ല. മറ്റൊരു വെർബിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് അതിന് മീനിങ്സ് വരുള്ളൂ. എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ സെൻറ്റൻസസ് ബോൾഡായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ വേർഡ്സ് ബോൾഡായിട്ട് കൊടുത്തിരിക്കുന്നു. അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരിക്കുന്നത് വെർബുകളാണ്. ദേ ആർ ജോഗിങ്. ജോഗിങ് എന്ന് പറയുന്നത് മെയിൻ വെർബാണ്. ആർ എന്ന് പറയുന്നത് ഓക്സിലറി. ഷി വാസ് സിറ്റിംഗ്. വാസ് ഓക്സിലറി, സിറ്റിംഗ് മെയിൻ വെർബ്. വി വെയർ വെയിറ്റിംഗ് ഫോർ അവേഴ്സ്. ഈസ് ഷീ സ്ലീപ്പിംഗ്. ദെൻ വെയർ ആൻഡ് ഈസ് ഇത് രണ്ടും ഓക്സിലറി വെർബാണ്. വെയിറ്റിംഗ് എന്ന് പറയുന്നത് മെയിൻ വെർബ്. ഹി ഡിഡിൻറ്റ് നോ. ഡിഡിൻറ്റ് എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്. നോ എന്ന് പറയുന്നത് മെയിൻ വെർബ്. വി ഹാവ് ഗോൺ എ ലോങ് വേ. ഹാവ് ഓക്സിലറി വെർബാണ്. ഗോൺ മെയിൻ വെർബാണ്. ഹാസ് ഷീ റിസീവ്ഡ് എനി ഓഫ് മൈ ലെറ്റേഴ്സ്. ഹാസ് ഏതാണ്? ഓക്സിലറി വെർബ്. റിസീവ്ഡ് എന്ന് പറയുമ്പോൾ മെയിൻ വെർബ്. ഡു യു സ്മോക്ക്.
ഡു എന്ന് പറയുന്നത് ഓക്സിലറി വെർബ്. വിൽ ഷീ ഹെൽപ്പ്, വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ്, ഹെൽപ്പ് എന്ന് പറയുന്നത് മെയിൻ വെർബ്.